അങ്ങോട്ട് പോണ വൈകിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഇതേമാതിരി വെള്ളം കയറിക്കട്ടെ. നമ്മള് പോണേ തായപോയിക്കെന്ന് ഓരക്കുന്ന് കയറിയിട്ടാണ്. 2018 ഇതേമാതിരി. ഇതൊക്കെ ഒന്ന് ക്രമാതീതമായി ആ പോയന്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ മണ്ണൊക്കെ ഒന്ന് നീക്കി കഴിഞ്ഞിട്ടുണ്ടെ പോയ തന്നെ നിൽക്കേണ്ട വെള്ളമേ ഉള്ളൂ. പക്ഷെ ഇത് അതൊന്നും ചെയ്യുന്നില്ല. പൂയി എടുക്കാത്ത കൊണ്ട് ആ ആയ ഫുള്ള് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഏരിയയിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറാനുള്ള. ഈ സംഭവം ഒരു സർക്കാർ മാറി വരുന്ന സർക്കാരുകളൊന്നും തന്നെ ഇത് ചെയ്ത് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. പറമ്പുക്കടവ് വരെ സൈഡ് കെട്ടി ലെവലാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഈ വിഷയം ഈ ജനങ്ങൾ ഇത് അനുഭവിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. ഇത് നമ്മളിങ്ങനെ വെള്ളവും ഇതുപോലെ ഉരുൾപൊട്ടലുകളും അതുപോലെ ഡാം തുറക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അനുഭവിക്കുന്നു. നമസ്കാരം. കേരളം കനത്ത പ്രളയത്തിന്റെ ഭീതിയിലാണ്. ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട്. എന്നാൽ പോലും ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാണ് എന്നുള്ളതാണ് എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് നഗരത്തിലെ മുഴിക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ നിരവധി വീടുകൾക്കകത്താണ് വെള്ളം കയറിയിരിക്കുന്നത്. നഗര ഹൃദയത്തിനകത്ത് തന്നെ ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാണ് ാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ആളുകൾ പറയുന്നത് 2018 ശേഷം ഇപ്പോഴാണ് ഇത്തരത്തിൽ പ്രളയ സമാനമായ ഒരു സാഹചര്യം, തങ്ങളുടെ വീടുകൾക്കകത്തേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് 2018 ശേഷം ഇതാദ്യമായിട്ടാണ്. അതിനു മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴ പെയ്തിരുന്നുവെങ്കിൽ പോലും ഇത്ര ഭയാനകമായ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ദ്വീപ് കയ്യിനെ മാതിരിയാണ് ഇപ്പൊ നമ്മളെ ആ റൂട്ടിലുള്ള ആൾക്കാരൊക്കെ കയ്യിൽ വീടിനകത്ത് വെള്ളം കയറി. എന്റെ വീട്ടിലെ കയറില്ല. എന്റെ ദേശം ഹൈറ്റുള്ള ഭാഗമാണ്. അങ്ങോട്ട് പോണ വൈകിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഇതേമാതിരി വെള്ളം കയറി കിടക്കും. കയറണമെങ്കിൽ അപ്പൊ വേറൊരു വൈകിട്ട് മൊത്തം 3 വൈകിട്ട് നമ്മൾ ആനക്കാൻ പോകത്തേക്ക്. നമ്മള് പോണേ തായപോയിക്കെന്ന് ഓരക്കുന്ന് കയറിയിട്ടാണ്. അത് നേരിട്ട് കുറെ വരെ എത്തും. അത് വിഷയമില്ല. അതിന്റെ ഇടക്കുള്ള ഗ്യാപ്പിലാണ് വെള്ളം അതേമാതിരി കെട്ടിക്കും. നമ്മളെക്കാട്ട് ബുദ്ധിമുട്ടാണ് അവിടുന്ന് അങ്ങോട്ടുള്ളവർക്ക് പുറത്തേക്ക് എത്താൻ ഒരു നിർവാഹവും ഇല്ല. എല്ലാ മഴക്കാലത്തും തന്നെയാണോ? എല്ലാ മഴക്കാലത്തും ഇല്ല. 2018 ഇതേമാതിരി. അന്ന് ഈ പള്ളി കംപ്ലീറ്റ് അല്ല അന്ന് ഇതേമാതിരി മുങ്ങിക്കുന്നു പള്ളി. അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. 2018-19 ശേഷം ഇതേമാതിരി വെള്ളം നിൽക്കണ് ഈ 2026. വേറെ ഒന്നുണ്ട്. ഇത്രയും വെള്ളം കൊണ്ട് കിടക്കുന്നതിന്റെ ഒരു പ്രധാന പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ പോയന്റെ പ്രശ്നമാണ്. പോയാല് വെള്ളം നിൽക്കാത്ത ലെവലിലുള്ള കുറെ പ്രശ്നങ്ങളും ഉണ്ട്. അത് അരികില് മറ്റുള്ള ഈ കണ്ടൽക്കാടുകള് മറ്റുള്ളതെന്ന് പറഞ്ഞിട്ട് അതിലെന്താ പറയുക പൂയിന്റെ പ്രശ്നവും. പൂയി കുറച്ചൊക്കെ എടുത്തു പോകണം. എടുത്തു പോയാൽ എന്റെ വീട്ടില് വെള്ളം കയറി കിടക്കാം. ഇന്നലെ കയറിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഉച്ചക്ക് ഒരു 2:30 മണിക്ക് കയറിയ വീട്ടുകാരൊക്കെ വന്ന് വീടുകളിലാണ്. എല്ലാ കൊല്ലം ഒന്നും കയറില്ല. 2018 പ്രളയത്തിൽ കയറിയതിനു ശേഷം ഇപ്പോഴാണ് കയറുന്നത്. ഇല്ലല്ല, ഇതൊന്നും ചെറിയ വെള്ളം ശരിക്കും. ഇതൊന്നും കയറണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്രമാതീതമായി ആ പോയന്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ മണ്ണൊക്കെ ഒന്ന് നീക്കി കഴിഞ്ഞിട്ടുണ്ടെ പോയ തന്നെ നിൽക്കേണ്ട വെള്ളമേ ഉള്ളൂ. പക്ഷെ ഇത് അതൊന്നും ചെയ്യുന്നില്ല. പോയന്റെ നദീതട സംരക്ഷണം സംഭവം. ഇതിന്റെ മെയിൻ കാരണം എന്താ ഞങ്ങള് ഇവിടെ പണ്ട് ഞങ്ങളൊക്കെ പൂയി എടുക്കുന്ന ആളെ ഇവിടെ ഈ പൂനൂർ പോയെന്ന്. ഇപ്പൊ പൂയി തറ സാധനം നമ്മളെ പോയെന്ന് എടുക്കണില്ല. അപ്പൊ അതിനുള്ള ആ ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ പൂയി എടുത്തു കഴിഞ്ഞാലേ നമുക്ക് പോയക്ക് ആയം കൂടും. ഇപ്പൊ പൂയി എടുക്കാത്ത കൊണ്ട് ആ ആയം ഫുള്ള് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഏരിയയിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറാനുള്ള. അത് മാത്രല്ല ഈ പോയന്റെ ഈ നദീതടങ്ങളിൽ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ലിസ്റ്റിലുണ്ട്. സർക്കാർ തലത്തിൽ നദീതട സംരക്ഷണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പൂനൂർ പോയക്ക് ഒരു സംരക്ഷണം ഉണ്ടായിട്ടില്ല. കാരണം പല ഭാഗങ്ങളിലും പോയ കയ്യേറാണ്. ആ കയ്യേറുന്നത് വേറെ ഒന്നാമത്തത്. രണ്ടാമത്തത് നിലവിലുള്ള പോയന്റെ സൈഡുകളിൽ കുറെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ കണ്ടൽക്കാടുകൾ മറ്റുള്ളവർ പറയുന്നത് അതിലൊക്കെ വെള്ളം എന്താവുകയാണ് സ്വാഭാവികമായിട്ട് അവിടെ നിൽക്കാതെ മേലോട്ട് കയറി പോവാണ്. പൂഴി എടുക്കുന്ന പ്രശ്നം വേറെ. അതുപോലെ പോയന്റെ സൈഡ് കെട്ടിയിട്ട് ലെവലാക്കാണ്ട് അങ്ങനെയൊക്കെ പോയത്ത് നിൽക്കാനാണ്. അതെ, ഈ പൂനൂർ പോയ ശരിക്കും പറയുകയാണെങ്കിൽ പടനിലം മുതൽ മറ്റേ പറമ്പുക്കടവ് വരെ സൈഡ് കെട്ടി ലെവലാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഈ വിഷയം ഈ ജനങ്ങൾ ഇത് അനുഭവിക്കേണ്ട
യാതൊരു ആവശ്യം വരുന്നില്ല. ഇതാകുമ്പോ ഒരു സർക്കാർ മാറി വരുന്ന സർക്കാരുകളൊന്നും തന്നെ ഇത് ചെയ്ത് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. പുനൂർ പോയ ഇത് നമ്മളിങ്ങനെ വെള്ളവും ഇതുപോലെ ഉരുൾപൊട്ടലുകളും അതുപോലെ ഡാം തുറക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അനുഭവിക്കുന്നു. 2018-19 ശേഷം ഇപ്പൊ നമ്മൾ അനുഭവിക്കണം. അതാ ചേട്ടന്റെ വീടിന്റെ മുറ്റത്തേക്ക് മണ്ണിടിഞ്ഞു എന്നാണല്ലേ പറയുന്നത്? എവിടെ ചേട്ടന്റെ വീട് ഇവിടെ ഇവിടെ തന്നെ ആണ്? അതെപ്പോഴും മണ്ണിടിഞ്ഞ എപ്പോഴും അത് ഇന്നലെ ഇന്നലെ. എന്നിട്ട് ആരെങ്കിലും വന്ന് അധികാരിയാണ് വന്നിട്ടില്ല? വന്ന് ഇവിടെ കൗൺസിലർ ആ ചേട്ടന്റെ വീട് ഒഴിഞ്ഞിരിക്കുകയാണ്. ആ ആളാണ് ആ